ഞാനും കടുത്ത ഭാഷയിൽ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ കടന്നാക്രമിച്ച ഒരാളാണ്. ബി ജെ പിയുടെ നറേറ്റീവായിരുന്നു. രാവിലെ ഇറങ്ങി ആയിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഐ ടി സെല്ലും എല്ലാം ശ്രമിക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയെ ഡിഫെയിം ചെയ്യാൻ, അപമാനിക്കാൻ എന്ത് പുതിയ പ്രയോഗം നടത്തും, എന്ത് പുതിയ ട്രോൾ കൊണ്ടുവരും. ഇത് സ്ഥിരം ഒരു ഒരു ശൈലിയായിരുന്നു, രീതിയായിരുന്നു. ഏതാണ്ട് 10 വർഷക്കാലത്തിലധികമായി നിരന്തരമായി എല്ലാ ദിവസവും ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുകയാണ്. ഈ 10 വർഷക്കാലവും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രോഗാതുരയായ മാതാവിനെ വരെ 48 മണിക്കൂറിലധികം തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ്. 48 മണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ രോഗാതുരയായ മാതാവിനെ നിരന്തരം, അദ്ദേഹത്തിൻ്റെ സഹോദരിയെ, കുടുംബത്തെ, അദ്ദേഹത്തെ നിരവധി കേസുകൾ കൊടുക്കുന്നു. പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ 39 കേസുകളിൽ പ്രതിയാക്കുന്നു. ഒരു മനുഷ്യൻ ഇത് മുഴുവൻ നേരിട്ടിട്ടും തകരാതെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ത്രിവർണ്ണ പതാകയും നെഞ്ചോട് ചേർത്ത് മഴയും കാറ്റും വെയിലും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ നടന്നു നീങ്ങുന്നുണ്ടെങ്കിൽ, ഈ നരേന്ദ്രമോദിയുടെ പവർ പൊളിറ്റിക്സിൻ്റെ മൈറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇന്നും പോരാടുന്നുണ്ടെങ്കിൽ മാറേണ്ടത് ആരാണ്? രാഹുൽ ഗാന്ധിയാണോ അതോ സമൂഹമാണോ? മാറേണ്ടത് സമൂഹമാണ്.